സ്റ്റേഷനിൽ ഭയങ്കര തിരക്കില്ല സ്റ്റേഷനിൽ. രാമേശ്വരം അമ്പലത്തിലേക്ക് പോവാട്ടോ. ഫസ്റ്റ് അഗ്നിതീർത്ഥം അഗ്നിതീർത്ഥം എത്ര പേരെ കുളിക്കുന്ന രാമേശ്വരമാണ്. രാമേശ്വരം അഗ്നിതീർത്ഥം. ഞങ്ങൾ പോവുകയാണ് സേക്രഡ് വെൽസ്, അതിനാണേ പോകുന്നത്. ഫോട്ടോഗ്രാഫി അലൗഡ് ആണോന്ന് അറിയില്ലേ. ഞങ്ങൾ പിന്നാലെ ഉണ്ട്, ചേച്ചിമാരൊക്കെ ഉണ്ട്. ഭഗവാന്റെ കാരുണ്യം കൊണ്ട് 22 തീർത്ഥക്കുളങ്ങളിൽ ജലം സ്പർശിച്ച് ഞങ്ങൾ മനസ്സ് നിറഞ്ഞ് വന്നിരിക്കുകയാണ്. അതെ, മനഃശുദ്ധിയും ശരീരശുദ്ധിയും ഒക്കെ ഒരു ഔഷധം സേവിച്ച പോലെ തന്നെ തോന്നുവാണ്. എല്ലാവരും വരുമ്പോൾ ഇത് മിസ് ചെയ്യരുത് കേട്ടോ. പുണ്യദർശനം അത്യാവശ്യം ആളുണ്ട്. സെക്കൻഡ് ഡേ ട്രിപ്പ് തുടങ്ങി. ഞങ്ങൾ നേരെ ധനുഷ്കോടി വരെയൊക്കെ പോകാനാണ് പ്ലാൻ. ഒരു 25 കിലോമീറ്റർ. ഇതാ നമ്മളുടെ മണിയുടെ വണ്ടിയിലാണ് ഞങ്ങൾ കയറിയിരിക്കുന്നത്. ഇതാ നമ്മുടെ ചേച്ചിക്കുട്ടിയെ ഫ്രണ്ടിലാക്കി വെച്ചിട്ടുണ്ട്. ചേച്ചിക്കുട്ടിയെ നോക്കിയൊന്ന് ഫോണിലേക്ക് കാണാമോ? അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ബാക്കിലങ്ങനെ. കാര്യം എന്താ അറിയോ, ഇത് സുമതി, ഇത് സുമ. അപ്പൊ ഒരേ പേര് പ്രാസമൊത്തപ്പോ ഞങ്ങള് പ്രാസ കവിതയുടെ ഒക്കെ രചനയിലൊക്കെ ഇരിക്കുക. അപ്പൊ അത് അങ്ങനെ അങ്ങ് ആക്കി. ഈ ഒരു പോയിന്റ് പറഞ്ഞപ്പോ ഞങ്ങൾ ചിരിച്ചത് കൊണ്ടോ, അതാണ് ചിരി യോഗ. ഇതാണ് ഫ്രണ്ട്. ഞങ്ങളൊരു 25 കിലോമീറ്റേഴ്സ്. ധനുഷ്കോടിയാണ് ഞങ്ങളുടെ ലാസ്റ്റ് പോയിന്റ്. ഞങ്ങൾ ഇന്നൊരു 10ഓളം പോയിന്റ് കവർ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം മണി ഒരു കൊച്ചു പയ്യനാണ്. ഓൾ ദ വെരി ബെസ്റ്റ് വിഷസ് മണി. ഓക്കെ, അവരുടെ ഫാമിലി തന്നെയുണ്ട്. അവന്റെ ചിറ്റപ്പ, അവന്റെ അമ്മ, എല്ലാരും ഈ റെസ്റ്റോറന്റുമായി ബേസ് ചെയ്ത് ഹാർട്ട് ഓഫ് ദ സിറ്റി അവർ താമസിക്കുന്നത്. എന്തൊരു ഭംഗിയാ. സീഷോർ ഡ്രൈവ് ആണ് കേട്ടോ. ഓരോ പ്രാവശ്യം വരുമ്പോഴും ആ പ്രദേശമേ മാറിപ്പോണ പോലെ തോന്നുവാണ്. 2 പ്രാവശ്യം ഞാൻ വന്നതാണ്, പക്ഷെ എനിക്ക് രാമേശ്വരം പുതിയതായി തോന്നണു കേട്ടോ. എന്താണതങ്ങനെ? ഞാൻ വന്നപ്പം ചേട്ടനില്ലാത്തോണ്ടാണോ എനിക്കറിയില്ല, ദൈവമേ. അപ്പൊ ഇങ്ങനൊരു വീഡിയോയും ആവശ്യമുള്ളതുകൊണ്ടാണ് എടുക്കുന്നത്. അത് നോക്കൂ, അത് വന്നിട്ട് ഇന്ത്യൻ ഓഷ്യൻ, ഇപ്പറേ വന്നിട്ട് ബേ ഓഫ് ബംഗാൾ. അപ്പൊ നമ്മുടെ അഗ്നിതീർത്ഥം എൻ്റെ വീഡിയോ 2 നിങ്ങൾക്ക് കാണാം. അത് ആക്ച്വലി അതേതിലാണ്? ബേ ഓഫ് ബംഗാളിലാണ് ഞങ്ങൾ ഡിപ്പ് ചെയ്തത് കേട്ടോ. കടലടുത്ത് കണ്ടു. എന്ത് ഭംഗിയാ നോക്കിയേ. തീരദേശം റോഡ് വഴിയുള്ള സഞ്ചാരം. അപ്പൊ ഇത് ധനുഷ്കോടി നാഷണൽ ഹൈവേ ആണെന്ന് ഇതാ ഈ മണി പറഞ്ഞു. കോദണ്ഡ രാമ ടെമ്പിളിലേക്കാ പോണേ. കോദണ്ഡ രാമക്ഷേത്രം. കണ്ട് സീതയും ശ്രീരാമനും വിഭീഷണനും ഉണ്ട്, ലക്ഷ്മണനും. ഇതും ധനുഷ്കോടി NH40. So NH number 49, right? I saw that 40. ആണോ?
സാൻഡ് ബീച്ച്. നട്ട വെയിലാണെങ്കിലും ഇഷ്ടംപോലെ ആളുണ്ട്. അതെ, അമ്പലം നിൽക്കുന്ന എത്ര മനോഹരമാണ് ഈ പ്രകൃതി. Eight people.